ആ കുഞ്ഞാരെ ഇതിൽ വളരും, ആരെ ഏൽപ്പിക്കും? എൻ്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടെ കൊന്നതാണ്. മോളെ അടിച്ച് നല്ല മുഖത്ത് മുറിവ്, ചുണ്ടിൽ റേപ്പ് ചെയ്തത് കണക്കാണ് ഉപദ്രവിച്ചത്. കാല് കടിച്ച് പറിച്ചു. നാളെ എന്നെ പോലൊരു തള്ളയ്ക്കും മകൾക്കും ഇതേ ഗതി വരരുത്, ഒരു അമ്മയ്ക്കും വരരുത്. 4 ദിവസമായി എൻ്റെ കുഞ്ഞു പോയിട്ട്. ഇതുവരെ അവരെ പിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. നീ കൊണ്ട് കളയടാ അവളെ, നിനക്ക് ഞാൻ വേറെ നല്ല പെണ്ണിനെ കെട്ടിത്തരാം, ശ്രീധനമുള്ള. തിരിച്ചു കൊടുത്താൽ ഞങ്ങളും തീർന്നു. ആ അതെ, അവരെ കുടുംബത്തോടെ അവർ കൊന്നു എന്ന് കരുതിയാൽ മതി. അച്ഛൻ വളരെ വിശ്വസിച്ച് ഒരുത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുത്ത് അത് ഈ പരുവത്തിലാക്കി തന്നു അല്ലേ? ഈ അച്ഛൻ്റെ കണ്ണീര് സത്യം പറഞ്ഞാൽ അവനിനി ഏത് ശിക്ഷ കിട്ടിയാലും ഇതിനപ്പുറം ഒന്നും ശിക്ഷ കിട്ടിയാൽ എരിഞ്ഞു തീരത്തേ ഉള്ളൂ. ഈ കണ്ണീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളായിട്ട് സ്വീകരിച്ചോളാം, എനിക്ക് 2 ആൺപിള്ളേരാണ്, മക്കളെ മോളില്ല എന്നുള്ള ഒരു ഞങ്ങൾ കരുതി ഞങ്ങൾ നല്ലൊരു കുടുംബത്തിലേക്ക് വിടുവാൻ നമ്മൾ വിചാരിച്ചു. നല്ല രീതിയിൽ അവിടെ ജീവിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിൽ വിട്ടത്. അവരവിടെ പഠിപ്പിക്കാന്നുള്ള നല്ല പഠിക്കാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നല്ലൊരു ജീവിതം കിട്ടും നിങ്ങൾ വിചാരിക്കുവാണ്, ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ബന്ധമാണെന്നൊക്കെ വിചാരിക്കുക. അതെ, അങ്ങനെ എല്ലാവരും പറയുകയും ചെയ്തത്. അച്ഛാ, അന്ന് ഈ പറയുന്ന സ്ത്രീധനമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ? എന്ത് കൊടുക്കുമെന്ന് എന്ത് കൊടുക്കുന്നു അച്ഛൻ? എന്നിട്ട് എന്ത് കൊടുത്തു അച്ഛൻ? എന്ത് കൊടുക്കുന്നു പറഞ്ഞു? ഞാൻ പറഞ്ഞു 50 പവനും 10 ലക്ഷം രൂപയ്ക്കകത്ത് വണ്ടിയും കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവർക്ക് വണ്ടി വേണ്ട, അവർക്ക് 3-4 വണ്ടികളുണ്ട്, അതുകൊണ്ട് വണ്ടി വേണ്ട, അതിന് പകരം സ്വർണം തന്നാൽ മതി. അങ്ങനെ 75 പവൻ കൊടുത്തു. 75 പവനും പിന്നെ ഒരു റാഡോ വാച്ച്, പിന്നെ ഈ വീട് സ്ഥലവും മോക്ക് വേണ്ടി കൊടുക്കുന്നു. അതെല്ലാം അച്ഛൻ പറഞ്ഞു ഉറപ്പിച്ചു, അവന് മനസ്സിൽ കയറ്റിയത്. എന്നിട്ട് ഈ വൃത്തിയുടെ പണി അവൻ കാണിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിരന്തരം മൂത്ത മരുമോൾ വന്നതിന് ശേഷമാണ് മോളെ ഒരു ഇളയ മരുമോൾ വന്നത്. ഇളയ മോള് ഇതിനേക്കാൾ വലിയ സെറ്റപ്പിൽ നിന്നാണ് വരുന്നത്. വലിയ കാശുള്ള ജ്വല്ലറി ഒക്കെ നടത്തി കൊടുക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നത്. അപ്പൊ നമ്മുടെ കൊച്ചു അവിടുത്തെ വേലക്കാരിയാവും. അവിടുത്തെ വേലക്കാരി വേസ്റ്റ് വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കണം, അങ്ങനെയൊക്കെയുള്ളതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് വെള്ളം ഒഴിക്കാൻ പറ്റാത്തടത്ത് വെള്ളം കൊണ്ട് ഒഴിപ്പിക്കണം, ദേഹത്തോട് തിരിച്ച് വീഴണം. പ്രശ്നം ഉണ്ടാക്കി മോള് തിരിച്ച് വരണം. നിരന്തരം ഒരു 3 മാസം താമസിക്കുമ്പോൾ മോളെ തിരിച്ച് ഇവിടെ കൊണ്ടാക്കണം എന്നുള്ള ചിന്തയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും കൊണ്ടാക്കും. അങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞത് മുതൽ ഇപ്പം ഈ അവസാന സമയം വരെയും കൊണ്ടായി ഇത് ഇങ്ങനെ ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ കൊണ്ട് വിട്ടോണ്ടിരിക്കും. വീണ്ടും നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞായില്ലേ, അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അമ്മ അവസാനം ചിന്തിച്ചു അങ്ങനെയല്ല അവനെ കളഞ്ഞിട്ട് വാ മോളെ പോലെ പറഞ്ഞായിരുന്നു? ഡൈവേഴ്സ് വരെ ചിന്തിച്ചായിരുന്നു? നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? എന്റെ മനസ്സിലുണ്ടായിരുന്നു, പറഞ്ഞില്ല. എങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു അല്ലേ? ഒരു കൊച്ചുണ്ട്, ആ കുഞ്ഞിനൊരു അച്ഛൻ വേണമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം ക്ഷമിച്ചു. നിങ്ങൾ അമ്മയെ പോലെ നല്ലൊരു അമ്മയെ അച്ഛനെ കിട്ടി അവൻ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും തങ്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് 4 ദിവസമായി എൻ്റെ കുഞ്ഞു പോയിട്ട്. ഇതുവരെ അവരെ പിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. അവനെ പിടിച്ചാൽ എന്താ കിട്ടുന്ന ശിക്ഷ? നമ്മുടെ ശിക്ഷ അറിയത്തില്ല. എന്നാലും നാളെ എന്നെ പോലൊരു തള്ളയ്ക്കും മകൾക്കും ഇതേ ഗതി വരരുത്, ഒരു അമ്മയ്ക്കും വരരുത്. ആ പൊടി കുഞ്ഞ് എങ്ങനെയാ അതിനി വളരുന്നതെന്ന് തള്ളെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാണിച്ചു കൊടുക്കുക? ഇപ്പൊ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ആ കൊച്ച് അറിയാത്ത ഇത് എല്ലാരും കൊണ്ട് നടക്കണം. ഇനി അത് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും പറ്റും. അല്ല, എന്നാലും മോൾ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊന്നുപോലെ മോളെ നോക്കത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 18 വയസ്സ് വരെ പൊന്നുപോലെ നോക്കിയ ഒന്നിനും ഒരു കുറവും വരുത്താതെ ഞങ്ങൾ വളർത്തിയതാണ്. ഇപ്പൊ മോള് കാണിച്ചും കുറച്ച് എടുത്തായിട്ടായി പോയില്ലേ? അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത് കൊല്ലാനായി വന്നതുപോലെ ആയിരിക്കും തോന്നുന്നു. എന്റെ മോള് ചിരിച്ചും കളിച്ച് ഉച്ചവരെ ചുമ്മാതിരുന്നു. രാത്രിയില് അല്ലെങ്കിൽ എന്റെ അടുത്ത് വരും, മോളടുത്തും കിടക്കും. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം ഇവിടെ ആളും പേരും ഒക്കെ ആയപ്പോ കൊച്ചെന്തോ പേടിച്ചു പോകും. അതിനുശേഷം എന്റെ അണ്ണന്റെ മോള്, അവളുടെ പ്രായമാ, അവന്റെ അമ്മയുടെ പ്രായമാ കൊച്ച്, അതിന്റെ കൂടെ കിടക്കും. അതിനെ അമ്മ എന്ന് വിളിക്കും. അതിനെ അമ്മ എന്ന് വിളിക്കും. ഇപ്പൊ എന്റെ അടുത്ത് ഇരിക്കുന്നില്ല, വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഫുഡൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. അവളടുത്ത് എന്റെ മോളടുത്ത് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ അവളുടെ ദേഹത്ത് കയറുകയും കൈ കിടക്കുകയും തിരിഞ്ഞും മറിഞ്ഞും. ഇന്നലെ 2 മണിയായി. കുത്തി കൊടുക്കുക. ഇത്ര നല്ല സുന്ദരം കൊച്ചിനെയൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടോ പെൺകുട്ടിമോൾക്ക്? കൊച്ചിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിടായിരുന്നു അല്ലേ? അതെന്താ അത്രത്തോളം മനസ്സെന്തോ ഷോക്ക് പറ്റി കാണും അല്ലേ? അല്ലെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അവൻ വന്ന് കയറി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ അവന്റെ അച്ഛനും ഞങ്ങള് ഫോൺ ചെയ്ത സമയത്ത് സംസാരിച്ചു. അതും മോള് കേട്ടു. ഇവൻ വീട്ടിൽ തന്നെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകണമെന്ന് ഒരേ വാശിയായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ആർക്കും താല്പര്യമില്ല ഇവള് പോകുന്നതിനെ കുറിച്ച്, അവരാരും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഇവന് വാശിയാ, ആൾക്കാർ വരുമ്പോ എന്റെ ഭാര്യ ഉണ്ടെന്ന് കാണിക്കാൻ
എനിക്ക് പോയേ പറ്റൂ. പക്ഷെ അത് ഇപ്പോൾ പറയുന്നു, ഇന്നലെ വേറൊരാൾ പറഞ്ഞറിയുന്നു, എൻ്റെ കുഞ്ഞിനെ അവിടെ വരുത്തിച്ചിട്ട് അവളെ അവിടെ ഇട്ട് അടിമയാക്കി ഇട്ടിട്ട് ഞങ്ങളെ ഇനി അങ്ങോട്ട് കയറ്റരുത്, ആ രീതിയിൽ അവളെ അവിടെ കൊണ്ടിട്ട് പഠിപ്പിക്കണം എന്ന് അത് ഇന്നലെ ഞങ്ങൾ അറിഞ്ഞത് വേറൊരാൾ വഴി ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടുന്ന് ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു, അടിയൊക്കെ ഉണ്ടായിരുന്നു. ഉപദ്രവിച്ചാണ് 3 മാസം കൊണ്ട് എൻ്റെ മോൾ ഇവിടെ വീട്ടില് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ വെച്ചാ മരുമോനൊരു സർജറി വന്നു. അങ്ങനെ അവിടെ വെച്ച് പിന്നെ ഈ അമ്മ സർജറിയുടെ അന്നാണ് അടിക്കുന്നത്. മോളെ അടിച്ച് നല്ല മുഖത്ത് മുറിവ്, ചുണ്ടില് റേപ്പ് ചെയ്തത് കണക്കാണ് ഉപദ്രവിച്ചത്. കാല് കടിച്ച് പറിച്ചു. ഇതിൽ നല്ല റോൾ അമ്മായിയമ്മയ്ക്ക്. അമ്മായിയമ്മയാണ് അവിടെ ആദ്യം പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ. അത് സംബന്ധിച്ച് ഭർത്താവ് കയറി അമ്മായിയമ്മയെ സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഈ അവരുടെ ഭർത്താവ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് ആ മോൻ ഭാര്യ ചെയ്യത്തില്ല. ആ അമ്മയും അച്ഛനും പറയുന്നത് തന്നെയാണ് ആ മോന് ഇത്. ഒരു അഭിപ്രായം, ഒരു നിലപാടില്ല, സ്വന്തമായ ഒരു നിലപാടില്ല. വരത്തില്ല. എന്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടെ കൊന്നതാ. ഇതിന് ചെയ്യണമെങ്കിൽ എൻ്റെ മോൾ ഇതിന് മുന്നേ ഒരുപാട് പ്രോബ്ലങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഈ മുറിവ് പറ്റി വീട്ടിൽ വന്ന സമയത്തെങ്കിലും എൻ്റെ മകൾ ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് അവള് ഇവൻ ഇവിടെ വന്നതിൻ്റെ അന്നാണ് അവൾക്ക് എന്തോ അവൻ്റെ എന്താണെന്നറിയില്ല, മുറിയിൽ നേരെ ഫോൺ ചെയ്തൊന്നുമില്ല, നേരെ റൂമിലേക്ക് കയറി വന്നു. ഞാൻ പുറത്ത് കിടക്കുക. അപ്പം ചിന്നോടെ മമ്മി ഞാൻ പറഞ്ഞു റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇഞ്ഞ് കയറി വന്ന് അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇക്ക ഞാൻ വരില്ല, എന്തിനാണെന്ന് എന്നെ കൊണ്ടുപോകണം, അവിടെ ആർക്കും താല്പര്യമില്ല, അവരാരും എന്നെ ബർത്ത്ഡേക്ക് വിളിച്ചതുമില്ല, പിന്നെ എന്തിനാണ് എന്നെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്, വെറുതെ ഇക്ക മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത്. യഥാർത്ഥം ഞാൻ ചോദിക്കട്ടെ, ഇത് ആ ഒരു സംഭവം കൊണ്ട് മാത്രമായിരിക്കാമോ, ആ ദിവസത്തെ സംഭവം കൊണ്ട് മാത്രം ഇവിടെ ചെയ്തത്, കുറേ വർഷങ്ങളായിട്ട് ഇവളോട്ട് അലട്ടി ആവശ്യം കൊണ്ട് ചെയ്തതായിരിക്കാമോ? ഇനി വീണ്ടും അവൾക്ക് തോന്നി, ഇവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയപ്പോൾ തോന്നിയിരിക്കാം ഇനി എന്നെ വീണ്ടും അങ്ങോട്ട് വരുത്തിക്കാനുള്ള ശ്രമമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉപദ്രവിച്ച് ആ വീട്ടിലേക്ക് വീണ്ടും എന്നിട്ട് അവർ ഫോണിൽ പറയുന്നു, ഞാൻ സ്പീക്കറിട്ട് കേട്ടതാ, എൻ്റെ അനിയനെ കൊണ്ട് ഞാൻ ഇവർ പ്രശ്നം ഉണ്ടാവാതിരിക്കും എൻ്റെ അനിയനെ വിളിച്ചു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ട് ഞാൻ അനിയനെ വിളിച്ചു. അനിയൻ വന്ന സമയത്ത് മരുമോൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ പറയുക, അത് പിന്നെ മോൻ വന്ന് നിൽക്കുന്നു കൊണ്ടുപോകാനായിട്ട്, എന്താക്കാം നിങ്ങൾ 3 മാസം കൊണ്ട് ഈ കൊച്ചു ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, അപ്പം ഒരു മര്യാദയില്ലേ, നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ പറഞ്ഞെങ്കിലല്ലേ അതിനെ വിടാനൊക്കെയുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പറയാ അത് അവളാ ഭർത്താവാണ് വിളിക്കുന്നത്, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരണം, അവ എവിടെ വിളിച്ചാലും, നിങ്ങളൊന്നും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്നിട്ട് പറയാ പിന്നെ വരുന്നതൊക്കെ കൊള്ളാം, എൻ്റെ വീടാണ്, അവൻ്റെ വീടല്ല, മോൻ്റെ വീടല്ല, എൻ്റെ ഭാര്യ എനിക്ക് വലുത്, ഞാൻ എൻ്റെ ഭാര്യ എന്ത് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും, എനിക്ക് എൻ്റെ ഭാര്യ കഴിഞ്ഞ് എനിക്ക് മകനായാലും ആരായാലും കൊള്ളു, ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം അവൾ വരുന്നെങ്കിൽ വരാൻ എന്നും കൂടെ പറഞ്ഞു. അതെല്ലാം കേട്ടിട്ടാണ് വീണ്ടും ഇവൻ വന്ന സമയത്ത് വീണ്ടും അവളെ ഇത് ചെയ്ത് അകത്ത് നിന്ന് എന്താണ് പറഞ്ഞതെന്ന് പിന്നെ എനിക്കറിയില്ല. ഇടയ്ക്ക് പറഞ്ഞിട്ട് പോകുന്ന കണ്ടു, ഇനി ഞാൻ വരത്തില്ല, നമ്മൾ തമ്മിൽ ഇതോടെ തീർന്നു വന്നില്ല എന്ന് പറഞ്ഞാണ് കൊച്ചിനെയും കൊണ്ട് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ സമയം കൊണ്ട് എഴുന്നേറ്റ് ചായ ഇടാനായിട്ട് കയറിപ്പോയി കൊടുക്കും. അപ്പോൾ വന്ന് മോള് കഥ കടച്ചു എന്ന് അമ്മായിയമ്മ പറഞ്ഞു. അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് മോള് ഞാൻ കയറി കഥ കടക്കും. സാറിന് അവൾ പിണങ്ങുമ്പോൾ കഥ കടച്ച് ഇരിക്കാറുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. പക്ഷെ ഒരിക്കലും വരാത്ത ഒരു ലോകത്തേക്ക് അവിടെ പോയെന്ന് അറിഞ്ഞില്ല അല്ലേ? ഇനിയിപ്പോ അമ്മയുടെ ഇതെന്താ, അവനെ ആ തള്ളയെ മോനെ പിടിച്ച് എന്ത് ചെയ്യണം? എനിക്കത് വേണം, എങ്കിലും എൻ്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടണം. ഇനി ഒരു അമ്മയ്ക്കും ഈ ഗതി വരരുത്. അവരുടെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവര് നല്ല രീതിയിൽ കളിക്കും. നല്ല സാമ്പത്തികമുള്ളവരാണ്, നല്ല സാമ്പത്തികമുണ്ട്, നല്ല സ്വാധീനമുണ്ട്. അവര് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളെ ഒരിക്കൽ ഇതുപോലെ അടിക്കാൻ എഴുന്നേത്തപ്പോൾ മോള് പറഞ്ഞു, എന്താ പെണ്ണായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. അത് മോളടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ കൊണ്ട് കളയടാ അവളെ, നിനക്ക് ഞാൻ വേറെ നല്ല പെണ്ണിനെ കെട്ടിത്തരാം, ശ്രീധനമുള്ള എന്ന് എപ്പോഴും. അന്വേഷിച്ചിട്ടുണ്ടോ? സ്വർണ്ണമെല്ലാം അവിടെ ഉണ്ട്, അവരുടെ കസ്റ്റഡിയില്ല. ഒന്നും എൻ്റെ മോളെ കയ്യിലില്ല. മോളെ കയ്യിലൊരു കുഞ്ഞു മാല മാത്രം, ബാക്കി എല്ലാം. അപ്പൊ ഇനി അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കും അല്ലേ? ഈ കുഞ്ഞിനെ ഇനിയിപ്പോ നിങ്ങൾ നോക്കും, പൊന്നൂർ വളർത്തണം അല്ലേ? പിന്നെ അവന് തിരിച്ചു കൊടുക്കുവോ?
തിരിച്ചു കൊടുത്താൽ ഞങ്ങളും തീർന്നു. അത്രേ ഉള്ളൂ. ആ അതെ, ബാക്കി അവരെ കുടുംബത്തോടെ അവർ കൊന്നു എന്ന് കരുതിയാൽ മതി. ഓക്കെ. ഇനി എന്റെ മകൾക്ക് വേണ്ടി എനിക്ക് തന്നിട്ട് പോയ കുഞ്ഞാ അത്. കുഞ്ഞിനെ നിങ്ങൾ വളർത്തും, പൊന്നുപോലെ വളർത്തും. ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തും. നേരത്തെ പോയില്ലേ, അതുകൊണ്ട് ആ കൊച്ചിനെ എത്ര നാൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും? എന്താ മനുഷ്യൻ്റെ ആ അവസ്ഥയിൽ എപ്പോഴാണ് എന്താ സംഭവിക്കുക? ആ കുഞ്ഞാരെ ഇതിൽ വളരും? ആരെ ഏൽപ്പിക്കും? തള്ളയുണ്ടാനെ തള്ള എങ്ങനെയെങ്കിലും നോക്കുമെന്ന് പറയാം. ആരെ ഏൽപ്പിക്കാൻ? അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തയുണ്ട്. ഇതിനി അറിഞ്ഞറിഞ്ഞ് വരുന്തോറും ആൾക്കാർ മാറുമ്പം അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എന്തെങ്കിലും വാശി പിടിച്ചാൽ ഭയങ്കര വാശിക്കാരനാണ് അവൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ വേലക്കാരിയാക്കി അല്ലേ? ഒരു എല്ലാത്തിനും അവളെയാ ഉപയോഗിക്കുന്നത്. അതിലൊന്നും അവൾക്ക് ഒരു പരാതിയും ഇല്ല, പരിഭവവും ഇല്ല, എല്ലാം ചെയ്യും. പറയാതിരിക്കാൻ വേണ്ടി നേരത്തെ അവർ ഇറങ്ങുന്ന മുമ്പേ അവളെല്ലാം തുടച്ച് വൃത്തിയാക്കി. മാക്സിമം എൻ്റെ മോളെല്ലാം ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥമായി പൊയ്ക്കോട്ടെ. അവന്റെ പേരെന്താ? നൗഫൽ. സുനിത. മോള് പറയാറുണ്ടായിരുന്നു, അന്ന് ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നെങ്കിൽ അവള് നല്ല രീതിയിൽ പഠിച്ച് വലിയ ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഇപ്പൊ ഈ ബന്ധത്തിലേക്ക് എത്തിയത് അല്ലേ?